ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബുളിയൻ റോസ് നോട്ട് പഠിക്കാം. അതിനായി ആദ്യം ഒരു വൃത്തം വരയ്ക്കുക. അതിന് അകത്ത് 2 ചെറിയ ലൈൻ വരയ്ക്കുക. പാരലായിട്ട് ഒരേ വീതിയിലും നീളത്തിലും വരയ്ക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു സൈഡിൽ നിന്നും കുത്തി മുകളിലോട്ടെടുത്ത് അടുത്ത സൈഡിലോട്ട് കുത്തി തിരിച്ച് അതേ സൈഡിൽ തന്നെ വന്ന് അതിൽ നൂല് വെച്ച് ചുറ്റുക. അപ്പം അങ്ങനെ വരുമ്പം മറ്റേ സൈഡിൽ നിന്നുള്ള നൂല് വെച്ച് ചുറ്റുക. എത്ര തവണ ചുറ്റിയിട്ടുണ്ടെന്ന് നമ്മൾ കൃത്യം നോക്കണം. എന്നിട്ട് നമ്മൾ തിരിച്ച് സൂചി ഇറക്കി സെക്യൂർ ചെയ്യാം. ഒന്നും കൂടെ കാണിക്കാം. ഇപ്പോൾ പോകുന്ന ഈ ത്രെഡ് കഴിഞ്ഞ് അടുത്ത ത്രെഡ് ഒരു ലൈനിൽ കുത്തി അടുത്ത ലൈനിൻ്റെ അറ്റത്ത് കൊണ്ട് കയറ്റി വീണ്ടും ആ കുത്തിയോട് തന്നെ തിരിച്ച് വന്ന് ആ സൂചി എടുത്ത് പിടിച്ച് അതിൽ നൂല് വെച്ചിട്ട് ബാക്കിയുള്ള പുറകിൽ നിന്നുള്ള നൂല് വെച്ചിട്ട് തിരിക്കുക. ഇതിപ്പം 6 ചുറ്റാണ് ചുറ്റിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് സാവധാനം പതുക്കെ വലിച്ച് ഇത് ചെറുതായിട്ട് ചുരുട്ടി ടൈറ്റ് ചെയ്ത് സെക്യൂർ ചെയ്യാം. ഈ 2 പാരൽ ലൈനിൻ്റെയും കൂടെ കഴിഞ്ഞിട്ട് മൂന്നാമത്തേത് വരുന്നത് ഓരോ ലൈനിൻ്റെ മുക്കാൽ ഭാഗത്തു നിന്ന് തുടങ്ങി അതിൻ്റെ അപ്പുറത്തെ ലൈൻ വരെ എത്തുന്ന ഭാഗത്ത് ചെന്നിട്ട് വീണ്ടും കുത്തി ഇറക്കി അതിൻ്റെ തുടക്കത്തിലോട്ട് തന്നെ തിരിച്ച് കയറി വീണ്ടും നൂല് വെച്ച് ചുറ്റി. അപ്പം നമ്മൾ കുറച്ചും കൂടെ നീളത്തിലെടുക്കണേ. ഇപ്പം ആദ്യം 6 ലൈനായിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ 8 ലൈനിലെടുത്തിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നൂലിൻ്റെ ഇടയിൽ ഗ്യാപ്പൊന്നും കാണാതെ ടൈറ്റ് ചെയ്ത് വീണ്ടും താഴോട്ട് ഇറക്കി അത് ഉറപ്പിക്കുക. അടുത്ത വര വരുന്നത് ഈ പറയുന്ന ഇപ്പം നമ്മളിട്ട പെറ്റലിൻ്റെ പകുതിക്ക് ഭാഗത്ത് ഒരു സൂചി കയറ്റി അടിയിൽ നിന്ന് കയറ്റി വീണ്ടും അത് മറ്റേ പാരലായിട്ട് നിൽക്കുന്ന ആ ലൈനിൻ്റെ സൈഡിൽ ചെന്നിട്ട് അടിയിൽ നിന്ന് മുകളിലോട്ട് എടുക്കുക. ഇത് കഴിഞ്ഞ് 8 തവണ ചുറ്റുക. ഓരോ തവണയും ചുറ്റിയിട്ട് കുറച്ചായി കഴിയുമ്പോൾ താഴോട്ട് ഇറക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ ഭംഗി വരുള്ളൂ. നമ്മളിത് ലൂസായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീരെ കാണാൻ ഭംഗി ഉണ്ടാവുകയില്ല. ഇനി അത് സാധാരണ രീതിയിൽ കുത്തി ഉറപ്പിക്കുക. ഇനി അടുത്ത ലൈൻ വരുന്നത് ഇപ്പം നമ്മൾ വെച്ച പെറ്റലിൻ്റെ പകുതിക്ക് വെച്ചിട്ട് വീണ്ടും നേരത്തെ ഉണ്ടായിരുന്ന പെറ്റലിൻ്റെ ഭാഗത്തോട്ട് കുത്തി വീണ്ടും തിരിച്ച് കയറ്റിയെടുക്കുക. നമ്മൾ ഭയങ്കര ടൈറ്റായിട്ട് ഇത് വട്ടം ചുറ്റി കഴിഞ്ഞാൽ ഇത് ഊരി പോരാൻ ബുദ്ധിമുട്ട് വരും. ലൂസായിട്ടാണെങ്കിൽ തീരെ ഭംഗി ഉണ്ടാവത്തില്ല. അപ്പോൾ അതനുസരിച്ച് ഒരു മീഡിയം സൈസിൽ പോകണം. വീണ്ടും അടുത്തത് കുറച്ചും കൂടെ മുന്നോട്ട് കയറ്റി വീണ്ടും നേരത്തെ എടുത്ത പെറ്റലിൻ്റെ പകുതിക്ക് വെച്ച് തിരിച്ച് കയറ്റി വന്ന് വീണ്ടും സൂചി മുന്നോട്ടാഞ്ഞ് ചുറ്റി തീർക്കുക. സെയിം 8 ലൈൻ തന്നെ അതേ നമ്പർ തന്നെ മതി. കാരണം ഏകദേശം രണ്ടാമത്തെ ലെയറിൽ ഏകദേശം എല്ലാ പെറ്റൽസും ഒരേ സൈസിൽ വരും. ഇത് കഴിഞ്ഞ് അടുത്തത് വരുന്നത് എടുക്കാനൊരു വഴിയുണ്ട്. നമ്മൾ അതിനെ പിടിച്ച് വലിക്കാതെ ഈ ചുരുളുകൾ ചെറുതായിട്ട് ഒന്ന് കൈ വെച്ച് ഞരടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഞരടി മൂവ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നൂല് അഴഞ്ഞ് നമുക്ക് സൂചി ഊരി എടുക്കാൻ പറ്റും. ഇതെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക.